എന്തായാലും അവന്മാർ ലോഡൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് അൺലോഡ് ചെയ്യാനുള്ളത് ചേർത്തലയിലാണ് കേട്ടോ. നമ്മളെന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോണ വഴിക്കാണെങ്കിൽ നമുക്ക് നല്ല വിശന്നപ്പോൾ നമ്മൾ 2-3 പഴംപൊരി ഉണ്ടംപൊരിയൊക്കെ കൂടെ 2-3-4 എണ്ണം ഒരു 4-5 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടോ. പോണ വഴിക്ക് അത് കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ അവന്മാർ അൺലോഡ് ചെയ്ത് തന്നിട്ടോ. പെട്ടെന്ന് അൺലോഡിങ് ചെയ്ത് അങ്ങനെ തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവന്മാർ അടുത്ത ലോഡ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വണ്ടിയിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നമ്മളുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് അടച്ചപ്പോൾ നല്ല രീതിയിൽ അത് അടഞ്ഞു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനും കുറേ നോക്കിയിട്ട് അവനെ കൊണ്ടും തുറക്കാൻ പറ്റുന്നില്ല. അവസാനം നമ്മളിതിൻ്റെ തല പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഗ്രിപ്പ് കിട്ടും പിടിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഗ്യാപ്പിലാണ് ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തല പൊന്തിച്ചും കഴിഞ്ഞിട്ട് ഓയിലൊക്കെ ടോപ്പപ്പ് ചെയ്ത് പിന്നെ താഴ്ത്താൻ നോക്കിയിട്ട് താഴെ ജോലികളൊക്കെ തീർത്ത് നമ്മൾ നേരെ പോയി കയറി കിടന്നുറങ്ങിയിട്ടാണ്. നമുക്ക് രാവിലെ തന്നെ പോകണം. നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു ലോഡ് പോകാനുള്ളത് കേട്ടോ. നമ്മളെന്തായാലും പുലർച്ചെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊല്ലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കേട്ടോ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കൊല്ലത്തും കൂടെ ഒരു ഡെലിവറി കൊടുത്തിട്ട് പോകാൻ കേട്ടോ നമുക്ക് തിരുവനന്തപുരം പോകാൻ വേണ്ടി. എന്തായാലും നാഷണൽ ഹൈവേ 66 ജോലിയൊക്കെ ഏകദേശം ഫുള്ളായിക്കുന്നു കേട്ടോ. എന്തായാലും റോഡൊക്കെ അടിപൊളിയാണ്. എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അതേപോലെ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് അതിനേക്കാളും വലിയ ടാസ്ക്കാണ്. എന്തായാലും അവർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലോഡൊക്കെ ഇറക്കി നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കും. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് പോയി ലോഡ് ഇറക്കിയിട്ടാണ്. ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും എറണാകുളത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.